നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം സമാരംഭിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ അടികൾ ഭദ്രദീപ പ്രകാശനം നടത്തി. യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം നടത്തി. വലപ്പാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻ ഹാൻസ് ശേഖരം പിടികൂടി. വാർത്തകൾ വിശദമായി. ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം സമാരംഭിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ അടികൾ ഭദ്രദീപ പ്രകാശനം നടത്തി. യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. മെയ് 14 മുതൽ 21 വരെയാണ് ഭാഗവത സപ്താഹം. അടുത്ത 6 ദിവസങ്ങളിലും മഹത് വ്യക്തിത്വങ്ങളുടെ ഭാഗവത പ്രഭാഷണം ഉണ്ടാകും. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി സനിശാന്തിയുടെ കാർമ്മികത്വത്തിൽ SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഭാഗവത സമർപ്പണം നടത്തി. ശാരദാചന്ദ്രൻ നിറവറ സമർപ്പിച്ചു. മല്ലിക രവീന്ദ്രൻ കലവറ നിറച്ചു. പറവൂർ ഉഷ ചിദംബരം ഭാഗവത പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി CK രാമു, ട്രഷറർ പ്രേംകുമാർ PR, OKR സത്യൻ, വിശംബരൻ, പ്രദീപ്, മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ്, സെക്രട്ടറി ഷീജ ശിവൻ, ട്രഷറർ രാജി ശ്രീധരൻ തുടങ്ങി മാതൃസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ആചാര്യന്മാർ പോലെ ഞാൻ ആരും കുറ്റം പറയല്ല, ടീച്ചറേയും കുറ്റം പറയല്ല. പൊതുവിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഭാഗവതം ഒരു വ്യവസായവൽക്കരിക്കപ്പെട്ടു എന്നുള്ള എനിക്കൊരു സപ്താഹാദികൾ എനിക്കൊരു തോന്നുന്നു. അതുപോലുള്ള തോന്നൽ എനിക്ക് കുറച്ച് കാലമായി തോന്നാൻ തുടങ്ങി. ഭാവസപ്താഹം മാത്രമല്ല, ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന യാഗങ്ങളടക്കം അതെല്ലാം ഒരു കമേഴ്ഷ്യൽ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണോ എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടത്. അപ്പോൾ പല കാര്യങ്ങളും ഞാനിപ്പോൾ അത്തരം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പല സാധനങ്ങളൊന്നും ഞാൻ ഒഴിവാവില്ല പതിവ്. കാരണം നമുക്ക് ചോദിച്ചു പോകാൻ പറ്റാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭാഗവത സപ്താഹം നടത്തുന്നു, അല്ലെങ്കിൽ ദൈവീ ഭാഗവതം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഒന്ന്, നമ്മളിൽ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭക്തി വിശേഷങ്ങൾ, അല്ലെങ്കിൽ ആ ഭക്തിയുടെ പ്രാധാന്യം, അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് വായിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത്തരം സപ്താഹങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന പല സംഗതികൾ ഒരു ജീർണിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100 ദിനം പൂർത്തീകരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട 73 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് പദ്ധതി വിശദീകരണം നടത്തി. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്തലി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, ഷോല മഹേഷ്, നാട്ടിക പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP സോമൻ, പഞ്ചായത്ത് മെമ്പർമാരായ സനി രാജു, സജിനി, ഉണ്ണിയാരംപുരക്കൽ, PC മണികണ്ഠൻ, നിഷ, ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, തളിക്കുളം VDO സലാഹുദ്ദീൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ, പഞ്ചായത്ത് തൊഴിലുറപ്പ് AE ജ്യോതി എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പില് 100 ദിവസം തികഞ്ഞ ചേച്ചിമാർക്ക് ബൂട്ട് കൊടുക്കാനുള്ള ഒരു ചടങ്ങാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ അത് ചില പരിമിതികൾ മൂലം എല്ലാവർക്കും അത് എത്തില്ല. നൗഷാദ് പറഞ്ഞല്ലോ, ആകെ നമ്മൾ 450 വാങ്ങിയിട്ടുള്ളത്. അപ്പൊ 100 അതിൽ കൂടുതൽ 100 തികഞ്ഞ ചേച്ചിമാരുണ്ട്. അത് ബാക്കി അടുത്ത പദ്ധതിയിലായിട്ട്
എല്ലാവർക്കും എത്തും. നിങ്ങളുടെ ഈ തോട്ടിലും അതുപോലെ കാട്ടിലൊക്കെ പണിയെടുക്കുമ്പോഴുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ബൂട്ട് വിതരണം. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം എന്നാണ്, ഉപയോഗപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയൊക്കെ മാറി ജൂലൈ 1 മുതൽ MGNREGS എന്നുള്ളത് VBG റാം അല്ലെ, VBG റാം എന്നായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ തൊഴിലുകളും അസറ്റ് തൊഴിലുകളായിരിക്കും കൂടുതൽ. അപ്പോൾ അതായത് മെറ്റീരിയൽ വർക്കായിരിക്കും കൂടുതൽ ചെയ്യേണ്ടി വരിക. അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ NRGSന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു തരും എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബൂട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും ആശംസകൾ അറിയിക്കാണ്. പിന്നെ ഈ പരിപാടി തൃപ്രയാറിൽ കോദണ്ഡ രഥയാത്രയ്ക്ക് തുടക്കമായി. ഗുരുവായൂരിൽ സായി സഞ്ജീവിനി ട്രസ്റ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ത്രിദിന രാമരാമ പാഹിമാം രാമഭക്ത സംഗമത്തിന് മുന്നോടിയായി അയോധ്യയിൽ നിന്നുള്ള ശ്രീരാമ പതാകയും കോദണ്ഡവും വഹിച്ചുകൊണ്ടുള്ള രാമരഥയാത്രയ്ക്ക് തൃപ്രയാർ ശ്രീരാമക്ഷേത്ര നടയിൽ നിന്നും തുടക്കം കുറിച്ചു. പടിഞ്ഞാറേ നടയിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ദീപ പ്രോജ്വലനം നടത്തി ആരതി ഒഴിഞ്ഞു. സ്വാമി ഹരിനാരായണൻ മുഖ്യ പ്രസംഗം നടത്തി. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ ദണ്ഡസ്വാമി, സാധു കൃഷ്ണാനന്ദ സരസ്വതി, രാമപ്രസാനന്ദ, തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കവി കെ ദിനേശ് രാജ, സജീവൻ നമ്പിയത്ത്, സനാതന ധർമ്മ പരിപാലന പ്രസിഡന്റ് പി മണികണ്ഠൻ, UP കൃഷ്ണനുണ്ണി, ബാബുരാജ് കേച്ചേരി, KG രാധാകൃഷ്ണൻ, കലാമണ്ഡലം ഉഷ തുടങ്ങിയവരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചെയർമാനും മൗനയോഗി സ്വാമി ഹരിനാരായണൻ മുഖ്യ സംയോജകനുമായുള്ള സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സരയൂ നഗറിൽ 15, 16, 17 തീയതികളിലായി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി പ്രഗത്ഭരുടെ ഗവേഷണ പ്രബന്ധാവതരണങ്ങൾ, രാമായണകല അവതരണങ്ങൾ, പ്രാചീന കലാരൂപമായ രാമാക്കൂത്ത് അവതരണം, രാമ ഗായത്രി ജപം, ആദിത്യ ഹൃദയമന്ത്രജപം, നാരായണീയ പാരായണം, ഓട്ടൻതുള്ളൽ, രാമ കോദണ്ഡ പൂജ എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂരിൽ സരയൂ നഗറിൽ രാമരാമ പാഹിമാം കേരളത്തിൻ്റെ ഹൃദയ താളം എന്ന പേരിലൊരു ദേശീയ സെമിനാറും രാമഭക്ത സംഗമവും നടക്കുകയാണ്. കേരളത്തിൽ ആധ്യാത്മിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സായി സഞ്ജീവിനി ട്രസ്റ്റും കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള കൽക്കത്ത കേന്ദ്രമാക്കിയ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് എന്ന സ്ഥാപനവും കൂടി ചേർന്നാണ് ഇങ്ങനെയൊരു രാമഭക്ത സംഗമം കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, രാമ എന്ന രണ്ടക്ഷരം കേവലം ഒരു മന്ത്രമല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അത് മലയാളിയുടെ ഹൃദയനാദമാണ്, ഹൃദയത്തിന്റെ താളമാണ്. മണലി മാവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. ദേശീയപാത മണലിപ്പാലത്തിനു സമീപം മണവാക്കരയിലേക്ക് നടന്നുപോയിരുന്ന പെൺകുട്ടിയെ അപരിചിതനായ യുവാവ് കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായ പൊത്തിപ്പിടിച്ച് കൊന്തക്കാടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയുടെ കയ്യിൽ കടിച്ച് പെൺകുട്ടി ഒച്ചവയ്ക്കുകയായിരുന്നു. കുതറിയോടിയ പെൺകുട്ടി തൊട്ടടുത്ത ചായക്കടയിലേക്കാണ് ഓടിയെത്തിയത്. ചായക്കടയിലെ സ്ത്രീ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തിയതോടെ രക്ഷപ്പെടാനായി പ്രതി മണലിപ്പുഴയിലേക്ക് ചാടി. ഉടൻ തന്നെ പാലിയേക്കര സ്വദേശി കുമാർ പുഴയിലേക്ക് ചാടി പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കർണാടക സ്വദേശിയാണെന്നും മാനസിക വിഭ്രാന്തി പോലെയാണ് പ്രതിയുടെ പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു. വലപ്പാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻ ഹാൻസ് ശേഖരം പിടികൂടി. വലപ്പാട് സ്വദേശി വലിയകത്ത് ദിലീപിന്റെ വീട്ടിൽ നിന്നാണ് 40 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 60 കിലോ ഹാൻസ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി റേഞ്ചുമായി നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് ലഭിച്ചത്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ സന്തോഷ്, വാടാനപ്പള്ളി റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AS പ്രമോദ്, UM ജബ്ബാർ, TV ബെന്നി, KV ജിസ്മോൻ തുടങ്ങിയവർ ഹാൻസ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മോഷണം പോയ ബൈക്കിൽ ഹെൽമറ്റ് വെക്കാത്തതിന് ഉടമയ്ക്ക് പിഴ. ചലാനിലെ ഫോട്ടോയിലൂടെ അന്വേഷണം പ്രതി പിടിയിൽ. വടക്കേ സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചിറ്റണ്ട സ്വദേശിയുടെ ബൈക്ക് മോഷണം ചെയ്ത കേസിലെ പ്രതിയായ ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശിയായ അറക്കൽ വീട്ടിൽ സാദിഖ് എന്നയാളെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസും
സാഗോക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഏപ്രിൽ 18-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്നേ ദിവസം ചിറ്റണ്ട സ്വദേശി വടക്കേ സ്റ്റാൻഡിനു സമീപം പാർക്ക് ചെയ്ത ബൈക്ക് കാണാതാവുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മോഷ്ടിച്ച ബൈക്കുമായി പ്രതി ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്യുകയും ഇതിൽ പിഴയടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബൈക്ക് ഉടമസ്ഥന് ചലാൻ വരികയും ചെയ്തിരുന്നു. തന്റെ ബൈക്ക് ഉപയോഗിച്ച ആളുടെ ഫോട്ടോ ചലാനിൽ കണ്ട ബൈക്ക് ഉടമസ്ഥൻ ഉടൻ തന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ബൈക്ക് അന്വേഷിക്കുന്ന സംഘം ഉടൻ തന്നെ ചലാനിലെ ഫോട്ടോയുമായി അന്വേഷണം തുടർന്നു. അന്വേഷണത്തിനൊടുവിൽ ചാവക്കാട് ലൈറ്റ് ഹൗസിന് സമീപം വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു. അന്വേഷണത്തിൽ പ്രതിക്ക് ഗുരുവായൂർ, കുന്നംകുളം, വാഴക്കാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 4ഓളം കേസുകളുണ്ടെന്ന് വ്യക്തമായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖിന്റെ നിർദ്ദേശത്തിലും തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരന്റെ നേതൃത്വത്തിലുമുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ കിരൺ സി നായർ, സബ് ഇൻസ്പെക്ടർ റിജിൻ രാജ്, കെ സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷാബു സണ്ണി, സഗോക് ടീം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റിജിൻ എന്നിവരും സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീബ്, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ എന്നിവരുമാണ് ഉണ്ടായിരുന്നത്. പെരിഞ്ഞനത്തെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പെരിഞ്ഞനം അച്ചങ്കണ്ടം ദേശത്ത് മാടേനി വീട്ടിൽ ശ്രീകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച വൈകുന്നേരം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവ് പോലീസ് സംഘം പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഫാദിൽ, GA SI-മാരായ മണികണ്ഠൻ, ജോബി പോൾ, ഡ്രൈവർ CPO വിപിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നിയമം ലംഘിച്ച സ്വകാര്യ ബസ് ജീവനക്കാരനെ ജോയിന്റ് RTO കൈയോടെ പിടികൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45-ന് തൃപ്രയാറിൽ നിന്നും തൃശൂരിലേക്ക് ബസ്സിൽ കയറിയതാണ് തൃപ്രയാർ ജോയിന്റ് RTO. ടിക്കറ്റ് നൽകുന്ന സമയം ബസ് തൃശൂരിലേക്ക് പോവില്ല എന്നും എല്ലാവരും കാഞ്ഞാണിയിൽ ഇറങ്ങേണ്ടി വരുമെന്നും കണ്ടക്ടറുടെ നിർദ്ദേശം കേട്ടതോടെ യാത്രക്കാർ എതിർപ്പുമായി എത്തി. തൃശൂരിലേക്കല്ലേ ബോർഡ് വെച്ചത്, പിന്നെന്തിന് കാഞ്ഞാണിയിൽ ഇറങ്ങണമെന്നായി യാത്രക്കാർ. ഇറക്കി വിടുന്നത് ശരിയല്ലെന്നും വാദിച്ചു. പെർമിറ്റ് തൃശൂരിലേക്കല്ലെന്ന് ജോയിന്റ് RTOയും ചോദിച്ചു. എന്നാൽ ധാർഷ്ട്യത്തോടുള്ള മറുപടിയായിരുന്നു കണ്ടക്ടറിൽ നിന്നും ഉണ്ടായത്. അനാവശ്യം പറയേണ്ടെന്നും കാഞ്ഞാണിയിൽ ഇറക്കി വിടുമെന്നും കണ്ടക്ടർക്ക് ഭീഷണി. പാതിവഴിയിൽ ഇറങ്ങാൻ സാധിക്കില്ലെന്ന് ജോയിന്റ് RTOയും യാത്രക്കാരും ഉറച്ച നിലപാടെടുത്തു. നിവൃത്തിയില്ലാതെ വന്നതോടെ ജീവനക്കാർക്ക് തൃശൂർ വരെ ബസ് സർവീസ് നടത്തേണ്ടി വരികയും ചെയ്തു. ജോയിന്റ് RTOയാണ് യാത്രക്കാരിയായി ബസ്സിലുണ്ടായിരുന്നതെന്ന കാര്യം ജീവനക്കാരും അറിഞ്ഞിരുന്നില്ല. സർവീസ് നടത്തുന്നതിനിടെ ബസിന്റെ മറ്റു നിയമലംഘനങ്ങളും ജോയിന്റ് RTO കണ്ടെത്തുകയും ചെയ്തു. തൃപ്രയാറിൽ നിന്ന് തൃശൂർ വരെ ബസിന്റെ ഡോർ അടച്ചിരുന്നില്ല. കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ഡോർ ചെക്കറെ കൊണ്ട് കണ്ടക്ടറുടെ ജോലി ചെയ്യിപ്പിച്ചിരുന്നു. മറ്റു യാത്രക്കാരോട് മോശമായ രീതിയിൽ ജീവനക്കാർ പെരുമാറുകയും ചെയ്തു. ടിക്കറ്റ് ഏതു തരത്തിൽ കൊടുക്കണം, ടിക്കറ്റ് മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നതും കണ്ടക്ടർക്ക് അറിവില്ലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TG നിശാന്ത് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ നിയമലംഘനങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടു. ബസ് പാതിവഴിയിൽ സർവീസ് ഒഴിവാക്കുന്നത് പതിവാണെന്നും കണ്ടെത്തി. ബസ്സിന് 9,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഡ്രൈവർ ആരിഫിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ നടക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾ കർശനമായി തടയുമെന്നും ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്നും തൃപ്രയാർ ജോയിന്റ് RTO CV മഞ്ജുള അറിയിച്ചു. കാർ കടകളിലേക്ക് ഇടിച്ചുകയറി അപകടം. ഇവിടെ പ്രവർത്തിക്കുന്ന വെറൈറ്റി ഷോപ്പിംഗ് സെന്റർ, KMR കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലാണ് നാശനഷ്ടം ഉണ്ടാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ഒരു സ്ഥാപനത്തിന്റെ ഷട്ടറിൽ ഇടിച്ചാണ് നിന്നത്. കാറിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. പൊന്നാനിയിലുള്ള കാർ കന്യാകുമാരിയിൽ പോയി തിരിച്ചു പോകുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ സ്ഥാപനങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കിയത്. ഇവിടെ വിൽപ്പനക്ക് വെച്ചിരുന്ന ഭരണികളും കലങ്ങളും തകർന്നു. കടകളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ബോർഡുകളും ഷീറ്റുകളും തകർത്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. വടക്കേക്കാട് മാനസിക വിഷമത്തെ തുടർന്ന് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേക്കാട് കൗനപ്പെട്ടി സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ജോൺസന്റെ മകൻ 28 വയസ്സുകാരനായ ജിനയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത്. ജിന കുടുംബത്തോടൊപ്പം താമസിക്കുന്ന കൗനപ്പെട്ടിയിലെ വീടിന്റെ ബെഡ്റൂമിലെ സീലിംഗ് ഫാനിൽ ലുങ്കി ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.
ഉടൻ തന്നെ ബന്ധുക്കൾ കെട്ടഴിച്ച് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബന്ധുക്കൾ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ സുധീർ PA കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൂർക്കരിക്കരയിൽ വീടിന് തീപിടിച്ചു. മെട്രോ ഫ്ലക്സിനു സമീപമുള്ള തങ്കമണിയുടെ വീടിനാണ് തീപിടിച്ചത്. വിറകടുപ്പിൽ നിന്നാണ് തീ പടർന്നത്. തങ്കമണി ഒറ്റയ്ക്കാണ് താമസം. ഇവർ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വീട് തകർന്നു. കോഴിക്കട 16-ാം കോളനിയിൽ വെളുത്തേടത്തുകാട്ടിൽ സലാമിന്റെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ വീടിനും വിള്ളൽ സംഭവിച്ചിരുന്നു. തുടർന്ന് രാവിലെ ഭിത്തി ഉൾപ്പെടെ ചെരിഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സമയത്ത് സലാമും കുടുംബവും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ടു പുറത്തേക്ക് ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടം നിലംപതിച്ചു. പടിഞ്ഞാറേ നടയിൽ PWD റെസ്റ്റ് ഹൗസിന് മുൻവശത്തുള്ള ഇരിപ്പിടമാണ് ഇളകി വീണത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ഇരിപ്പിടത്തിന്റെ ഒരു ഭാഗത്തെ വെൽഡിംഗ് നേരത്തെ തന്നെ അടർന്നിരുന്നു. നാട്ടുകാർ പലരും ഈ കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ദേശീയപാതയുടെ കാളമുറി സെന്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് നിയുക്ത MLA KK വത്സരാജ് നിർമ്മാണ കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടു. കാളമുറിയിലെ ഗതാഗത ക്രമീകരണം മൂലം യാത്ര ബുദ്ധിമുട്ടിലായെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ അദ്ദേഹം NH നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടത്. 2 ആഴ്ചക്കകം പണികൾ പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായും KK വത്സരാജ് പറഞ്ഞു. വാർഡ് മെമ്പർ അൻഷാമോൾ, പൊതുപ്രവർത്തകരായ MD സുരേഷ്, KN സജീവൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 വിജയശതമാനമാണ് ഇത്തവണയുള്ളത്. 4,14,290 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 30,514 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 61,449 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ A+ ലഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം സമാരംഭിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ അടികൾ ഭദ്രദീപ പ്രകാശനം നടത്തി. യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം നടത്തി. വലപ്പാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻ ഹാൻസ് ശേഖരം പിടികൂടി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.